സമൂഹത്തിൽ അറിയപ്പെടേണ്ട ഒരു സ്റ്റേഷനാണ് കീഴ്വായ്പൂർ. 10 വർഷമായി നിരന്തര ദ്രോഹം കാരണം 2 കുടുംബത്തെ ആഭാസത്തരം പറഞ്ഞ് അവർ ചെയ്ത തെറ്റും മറയ്ക്കാൻ ആരാണ്ടുണ്ടാക്കിയ മക്കളെയും കൊണ്ട് ദ്രോഹം ചെയ്ത് കുടുംബം മുടിക്കുക. വ്യഭിചാരക്കാരെയും മറയ്ക്കാൻ കണ്ടവനുണ്ടാക്കിയ മക്കൾ തന്തയില്ലാത്ത കൂട്ട്. മന്ത്രവാദം ചെയ്ത് ഞങ്ങൾ മരണപ്പെട്ട ജനങ്ങൾ അറിയാൻ വേണ്ടി ഇടുന്ന വാർത്ത. ഇങ്ങനെ ഒരു സ്റ്റേഷൻ ലോകത്തിലുണ്ടോ? FIR ഇടാൻ പറഞ്ഞാൽ ഇടത്തില്ല. സമൂഹത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിൽ? അത് പൊളിച്ചിട്ടൊരു വേശ്യാലയം പണിത് കൊടുക്കുക. എങ്ങോട്ട്? അതെ അതെ അതെ. രാജമ്മ ശ്രീധരനും രാജേഷുമാണ് പരാതി തന്നത്. വാർത്ത രാജേഷ് ആദ്യം കൊണ്ട് തന്നു. ഇത്രയും ദിവസമായിട്ട് വിളിപ്പിച്ചില്ല. പിന്നെ രാജമ്മ ശ്രീധരൻ കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നു. ഞങ്ങള് വാർത്ത ഇട്ടോട്ടെ? ഞങ്ങൾ വാർത്ത ഇടുക. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നാൽ പറ്റുള്ളൂ. FIR ഇട്ട് കേസ് കോടതിക്ക് പോയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ 2 കുടുംബത്തിന് ജീവനം, എനിക്ക് എൻ്റെ കുട്ടികളെ കൊണ്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് കൊല്ലം കൊടുക്കാൻ മക്കളില്ല. എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വാർത്ത ഇടുക. ശരി. കീഴ്വായ്പൂർ സ്റ്റേഷനല്ലേ? ഗുഡ് മോർണിംഗ് സാർ. സാറേ, തുരുത്തിക്കാട്ടിൽ നിന്ന് വിളിക്കുകയാണ്. തുരുത്തിക്കാട്ടിൽ നിന്ന് വിളിക്കുക. കഴിഞ്ഞ ദിവസം രാജമ്മ ശ്രീധരൻ ഒരു പരാതി കൊണ്ട് തന്നായിരുന്നു. അതെ, അത് വിളിപ്പിച്ചില്ല. അതിനു മുമ്പ് ഒരു പരാതി തന്നായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു പരാതി കൊണ്ട് തന്നെ. ഈ 3 പരാതി തന്നിട്ട് ഒരു അനക്കവും ഇല്ല, വിളിപ്പിച്ചിട്ടുമില്ല, FIR ഇട്ടിട്ടില്ല. 10 വർഷമായി സാറേ ഞങ്ങൾ കടന്ന് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും പ്രശ്നം ഞങ്ങളെ കൊല്ലണം, അത്ര തന്നെ. എൻ്റെ പേര് സാറാമ്മ ബിജു. ഞങ്ങൾ ഹൈക്കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ചാണ് ഇത്ര നാളായിട്ട് ഞങ്ങൾ ജീവിക്കുന്നത്. വഴിയിലിട്ട് അടുപ്പിച്ചിട്ടും കേസില്ല, വീട് കത്തിച്ചിട്ടും കേസില്ല. ഞങ്ങളെ കൊന്നാൽ പോലും ആരും ചോദിക്കാൻ വരാത്ത രീതിയിലാണ് അവിടുത്തെ ഞങ്ങളോട് കാണിക്കുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ? വാർത്ത ഇട്ടോട്ടെ? അതെ, പരാതി ഞങ്ങൾ മൊത്തം ഞങ്ങൾക്ക് ഇത് രോഗം FIR ഇട്ട കേസ് കോടതിക്ക് വിടാൻ പറയാൻ തുടങ്ങും. ഒത്തിരിയും കാലങ്ങളായി. ഇതുവരെ കോടതിക്കും വിടത്തില്ല, ഒന്നുണ്ട്. ഞങ്ങൾ പിന്നെയും ഇങ്ങനെ മന്ത്രവാദം ചെയ്താന്നേലും അല്ലാതെ ആന്നേലും ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ചത്ത് ചാകാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഉപജീവനമാർഗം ഉണ്ടായിരുന്ന കന്നുകാലികളെ വളർത്തി ഒരെണ്ണം പോലും ഇല്ലാതെ എല്ലാത്തിനെയും കൊന്നൊടുക്കി. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. ഞങ്ങൾ വാർത്ത ഇടുക.